ഹലോ ഗായ്സ്, രാവിലെ എവിടെയാണ് വന്നിരിക്കുന്നതെന്നല്ലേ? ഞാൻ രാവിലെ പാർലറിലാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് പോയിരിക്കുന്നത് ത്രെഡ് ചെയ്യാനും പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. എൻ്റെ കാലിൻ്റെ നഖത്ത് ഒരു നഖത്തിൽ കേട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പാർലറിൽ പോയേക്കുവാണ്. തിരക്കായിരുന്നുകൊണ്ടിട്ടാണ് വീഡിയോ രാവിലെ എടുക്കാൻ പറ്റാഞ്ഞത്. ഇത് കണ്ടില്ലേ, എൻ്റെ നഖത്തിൻ്റെ പടുതി ഇപ്പോഴത്തെ ഒരു ലുക്ക് ഇതാണ് എനിക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യം പെഡിക്യൂർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആദ്യം കൊണ്ടുവന്ന് വെച്ച വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി എന്നോട് ചോദിച്ചു കേട്ടോ, ചൂട് ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു ഹെഡ് മസാജ് കൂടെ ചെയ്യാൻ. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഫേസിൽ മാസ്ക് ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹെഡ് മസാജിന് ഇരുന്നത്. ചേച്ചി നന്നായിട്ട് അത് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത്. ഇതിൻ്റെ ചേച്ചിയുടെ പേര് രാജി എന്നാണ്. ചേച്ചി ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ചേച്ചിനോട് പറയാം, ആ വീഡിയോ പുട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇതിൽ കാണാൻ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രോളി കുറേ നേരം ഇരുന്നു. നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്തു തന്നു. ആദ്യം ഓയിൽ വെച്ച് ചെയ്ത് കുറേ നേരം. അപ്പോൾ എന്നോട് ചോദിച്ചു ഹാർഡായിട്ട് ചെയ്യണോ അതോ സോഫ്റ്റായിട്ട് ചെയ്യണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇത്തിരി ഹാർഡായിട്ട് അത് ചെയ്തു, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടിട്ട് ഇതിങ്ങനെ ചെയ്യാറുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇതിൽ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇതിൽ നഖത്തിൻ്റെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഫേസും വാഷ് ചെയ്തു, ഹെഡും തലയും വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിരുന്നിട്ട് ആ മുടി ഉണക്കുന്നതാണ്. ആകെ 4, 3, 7 മുടി ഉള്ളതുകൊണ്ട് ചേച്ചിക്ക് എനിക്ക് തോന്നി എളുപ്പമാണെന്ന് തോന്നി ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ തലയിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ്റെ ലുക്കാണ്. ഇപ്പം ഫേഷ്യലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇരിക്കുന്ന ഒരിതാണ്. പക്ഷേ ഈ സമയത്തും ഗൈസ് ഞാൻ ഓർക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ മെയിനായിട്ട് വന്നതിൽ രണ്ടാമത്തെ കാര്യം ത്രെഡ് ചെയ്യാനാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കാര്യം മറന്നുപോയി ത്രെഡ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞാൻ അവരെ കൊണ്ട് വെപ്രാളം പിടിപ്പിച്ചതൊക്കെ ചെയ്യിച്ചു, ഇല്ലെന്നല്ല, പക്ഷേ ഞാൻ ത്രെഡ് ചെയ്യുന്ന കാര്യം മറന്നുപോയി. ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ കിടക്കുന്നത് എങ്ങനെയായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ചെയ്തു തന്നു കേട്ടോ. അവരുടെ സർവീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തു തന്നു. ഞാനതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നു. ആക്ച്വലി ഞാൻ പാർലറിൽ പോകാൻ ഭയങ്കര വീക്കാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ തള്ളി വിട്ടതാണ്. ഇടയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഓടിച്ച് വിട്ടതാണ് ഇന്ന് രാവിലെ. അങ്ങനെയാണ് ഞാൻ പാർലറിൽ പോയത്. ഇപ്പോൾ വേണ്ടത് വളരെ സ്മൂത്തായിട്ട് എൻ്റെ ഹെയർ കിടപ്പുണ്ട്. എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യത്തില്ലേ, ഒന്ന് റിലാക്സ്ഡ് ആയ പോലെ. ഇപ്പോഴത്തെ ഈ തിരക്കിൻ്റെ അകത്തൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പോയി ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ അവരുമായിട്ട് പെട്ടെന്നൊരു ചെറിയൊരിതെടുത്ത് അവരുടെ ഒരു വീഡിയോയും എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ഇതാണ് ഗൈസ് എൻ്റെ നഖത്തിൻ്റെ ആ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ പാർലറിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. തിരിച്ച് വീട്ടിലോട്ടാണ് വന്നത്. ഇന്ന് ഓഫീസിലോട്ട് പോയിട്ടില്ല. രാവിലെ നേരെ ഇവിടുന്ന് പാർലറിലോട്ടും ബാക്കിയുള്ള 1-2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയേക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് വന്നു. പാർലറിൽ പോയിട്ട് എനിക്ക് ശരിക്കും ഞാൻ മെയിനായിട്ട് പോയിരിക്കുന്നത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ത്രെഡ് ചെയ്യണമായിരുന്നു, ഒരു പെഡിക്യൂർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് പെഡിക്യൂറിൻ്റെയും ത്രെഡിങ്ങിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ല ഫേഷ്യൽ ചെയ്ത് തരാം, ഒരുപാട് നാളായില്ലേ ഇപ്പോൾ ഫേഷ്യൽ ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഫേഷ്യൽ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെയ്തത് പേളിൻ്റെ ഒരു ഫേഷ്യലാണ്. ഫേഷ്യൽ ചെയ്തിട്ട് നന്നായിട്ട് ചെയ്ത് തന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ സ്കിൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് വേറെ മേക്കപ്പോ ഒന്നും ഇട്ടിട്ടില്ല, നന്നായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ് മസാജ് ചെയ്തു. ഓയിലൊക്കെ നന്നായിട്ട് തേച്ച് കുറേ നേരം അവർ മസാജൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി സെറ്റാക്കി തന്നു കേട്ടോ. ഷാമ്പൂ ഒക്കെ ചെയ്ത് കണ്ടീഷനൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. ഇത് നോക്ക്, മുടി കേട്ടില്ലേ, ആകെ കുറച്ച് മുടിയേ ഉള്ളൂ. മുടി ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇത്രയും കൂടെ ഭംഗി ഉണ്ടായിരുന്നത് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അത് വളർന്നു വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു ഹെഡ് മസാജും കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ത്രെഡ് ചെയ്യാൻ മറന്നുപോയി. കാരണം എനിക്കാണെങ്കിൽ സമയം പോവുകയും ചെയ്ത് ത്രെഡ് ചെയ്തിട്ടുമില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പെട്ടെന്നൊന്ന് തൽക്കാലത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം വന്ന് അത് കറക്റ്റ് ആക്കിക്കോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ സ്റ്റാഫും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒന്നിനും മെച്ചെന്ന് കണക്കായിരുന്നു. എല്ലാവരും വളരെ സ്മൂത്തായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? ഞാൻ അവിടെ ചെന്നിട്ട് പെഡിക്യൂർ ചെയ്തു, പേളിൻ്റെ ഫേഷ്യൽ ചെയ്തു, പിന്നെ ഹെഡ് മസാജ് ചെയ്തു, ത്രെഡ് ചെയ്തു. ഈ 4 കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് ആകെ ആയത് 1700 റുപ്പീസേ ഉള്ളൂ. ഞാനതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല സർവീസും എല്ലാവരും. പിന്നെ എനിക്ക് നേരത്തെ അവരെ അറിയാവുന്നതായതുകൊണ്ടിട്ട് കുഴപ്പമില്ല. നമ്മൾ എല്ലായിടത്തും റേറ്റൊക്കെ ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ചെയ്തു. കാരണം എനിക്ക് വീടിനടുത്തുമാണ്, ഇടയ്ക്ക് പോയി ചെയ്താൽ മതി. അങ്ങനെ ഞാൻ അടുത്ത മാസം വരാമെന്ന് പറഞ്ഞ് പോന്നു. എങ്ങനെയുണ്ട് ഗൈസ്? രാവിലെ അങ്ങോട്ട് പോകാൻ നേരത്ത് അത് പറയാൻ വിട്ടുപോയി. രാവിലെ അങ്ങോട്ട് പോകാൻ നേരത്ത് ധൃതി വെച്ച് ഓടുമായിരുന്നു. അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അടുത്ത തവണ അത് ഇത്തിരിയും കൂടെ കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മോളില്ലാത്തതിന് കാരണം മോള് സ്കൂളിൽ പോയേക്കുവാണ്. ആ സമയം കൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ പോയിട്ട് വന്നത്. അവളെ വന്നിട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ഇതെല്ലാം ഫിനിഷ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.